iPhone 12 Pro Max ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ സ്ക്രീനുള്ള ഏറ്റവും ഫീച്ചേഴ്സ് കൂടിയ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള iPhone 12 Pro Maxൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ നവാസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ക് ആൻഡ് ടെക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രോ മോഡൽസ് വരുന്നത് ബ്ലാക്ക് കളർ ബോക്സിലാണ്. iPhone 12 സീരീസ് എത്തുന്നത് വളരെ സ്ലിം ആയിട്ടുള്ള ബോക്സിലാണ് എന്നുള്ളത് അറിയാലോ. ഇയർഫോൺ മാത്രമല്ല, ഇത്തവണ ചാർജർ ഇല്ലാതെയാണ് ഐഫോണുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സ്ലിമ്മായ ബോക്സ് ആക്കാൻ പറ്റിയതും. ഇക്കോ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ആപ്പിൾ കമ്പനി വാദിക്കുന്നത്. മറ്റ് കമ്പനികളും ചാർജർ ഇല്ലാതെ ഫോൺ വിൽക്കുന്ന ഈ ഒരു ട്രെൻഡിലേക്ക് മാറി തുടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഫോണിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ചാർജർ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. വളരെ ഈസി അൺബോക്സിംഗ് ആണ്. വാവ്, ബ്യൂട്ടിഫുൾ, ഒരു രക്ഷയില്ല കേട്ടോ. പസഫിക് ബ്ലൂ കളറാണ് ഈ ഒരു വേരിയൻ്റ്. ഈ കളറിനൊരു പ്രത്യേക എടുപ്പുണ്ട്. സൂപ്പർ, കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഫോൺ ഇവിടെ വെക്കാം. ഫോൺ കൂടാതെ ബോക്സിനകത്ത് വരുന്നത് Type-C to ഒരു ലൈറ്റ്നിങ് കേബിൾ, സിം കാർഡ് ടൂള്, ഡോക്യുമെൻറ്റേഷൻ, ഒരു ആപ്പിൾ സ്റ്റിക്കർ. Type-C ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ചാർജർ ബ്രിക്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. iPhone 12ൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം. സോ ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. 2000 DIM, 1,30,000 രൂപ കൊടുത്താണ് നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിയത് എന്നുകൂടെ ഓർക്കണം. ഇനി നമുക്ക് ഫോൺ കൂടുതലായിട്ട് കാണാം. ഭയങ്കര സൈസാണ് കേട്ടോ, ഹെവി. പ്രോ മോഡൽസ് ഇത്തിരി കൂടെ പ്രീമിയം ഫീൽ ഉണ്ട്. മാറ്റ് ഫിനിഷ് ലുക്സ് ബ്യൂട്ടിഫുൾ. പുറകിലെ മാറ്റ് ഫിനിഷ് ഗ്ലാസിൻ്റെ കൂടെ സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ റെയിൽസ് കൂടെ വന്നപ്പോൾ വല്ലാത്തൊരു ലുക്ക് വന്നു. റെഗുലർ ഐഫോൺ മോഡൽസിൽ ഇത് അലുമിനിയം ആയിരുന്നു. ഫ്ലാറ്റ് ഡിസൈനാണ് ഇത്തവണത്തെ എല്ലാ ഐഫോൺസും. പണ്ടത്തെ iPhone 5s ഒരു നൊസ്റ്റ് വരും നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ. സ്റ്റെയിൻലെസ് സ്റ്റീൽ നല്ല ഭംഗിയാണെങ്കിലും ഫോൺ വെയിറ്റ് കൂടും എന്നുള്ളത് ഒരു ദോഷമാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് വെള്ളടയാളം പിടിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. ഈ കളർ കൂടാതെ ഗോൾഡ്, സിൽവർ, ഗ്രാഫൈറ്റ് കളേഴ്സിലും പ്രോ മാക്സ് ലഭിക്കും. ഇനി നമുക്ക് ഫോണിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. പേപ്പർ സ്ക്രീൻ പ്രൊട്ടക്ടർ കൊടുത്ത് ഇവിടെ ഇക്കോ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. നല്ല വലിയ സ്ക്രീനാണ്, ഹ്യൂജ്. ഡിസ്പ്ലേക്കും ഒരു പ്രത്യേകതയുണ്ട്. സെറാമിക് ഷീൽഡ് പ്രൊട്ടക്ഷനാണ്. 4 ഇരട്ടി ഡ്രോപ്പ് പ്രൊട്ടക്ഷനാണ് ആപ്പിൾ കമ്പനി അവകാശപ്പെടുന്നത്. വീണാലും സ്ക്രീന് പൊട്ടാനുള്ള സാധ്യത മുന്നത്തെ ഐഫോൺ മോഡലുകളേക്കാൾ കുറവാണ്. പക്ഷേ നമുക്കറിയാം സ്ക്രാച്ച് റെസിസ്റ്റൻസ് കുറവാണ് ഈ ഒരു സ്ക്രീനിന്. സോ ഫോൺ വാങ്ങിയ ഉടനെ തന്നെ ടെമ്പേർഡ് ഗ്ലാസ് എനി സ്ക്രീൻ പ്രൊട്ടക്ടർ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും സൈസ് കൂടിയ ഐഫോൺ ഡിസ്പ്ലേ ആണ് പ്രോ മാക്സിൻ്റെ. 6.7 ഇഞ്ച് ഉണ്ട്. ഫ്ലാറ്റ് എഡ്ജസ് ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ബെസൽസ് വളരെ തിന്നായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ആക്ച്വലി പ്രീവിയസ് 11 Pro മാക്സിൻ്റെ ഓൾമോസ്റ്റ് സെയിം ബെസൽസ് തന്നെയാണ്. സ്ക്രീൻ 12 Pro പോലെ തന്നെ സെയിം ക്വാളിറ്റിയാണ്. സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ, OLED സ്ക്രീനാണ്. 1200 നിറ്റ്സ് വരെ മാക്സിമം ബ്രൈറ്റ്നസ്. പക്ഷേ 120 Hz റീഫ്രഷ് റേറ്റ് സ്റ്റിൽ മിസ്സിംഗ് ആണ്. 20,000 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ ലഭിക്കുന്ന ആ ഒരു ടെക്നോളജി 1.3 lakhs വരുന്ന ഐഫോണിൽ ഇല്ല എന്ന് പറയുന്നത് ഒരു തരം പറ്റിക്കലായിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് iPhone 13 പ്രോ മോഡൽസിലെങ്കിലും 120 Hz പ്രതീക്ഷിക്കാം, മേ ബി. ക്യാമറകളുടെ കാര്യം പറയാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് 12 Pro മാക്സിൽ വരുന്നത്. ട്രൂ ഡെപ്ത് സെൽഫി ക്യാമറ മറ്റ് iPhone 12 മോഡൽസിൽ വരുന്ന സെയിം 12 മെഗാപിക്സൽ സെൻസർ തന്നെയാണ്. റിയർ ക്യാമറ സെറ്റപ്പാണ് കിടു. പ്രൈമറി സെൻസർ വരുന്നത് 12 മെഗാപിക്സലിൻ്റെ വലിയ സെൻസറാണ്. അതേപോലെ തന്നെ വൈഡർ അപ്പർച്ചറാണ് 1.6 വരുന്നതാണ്. ലോ ലൈറ്റ് ഷൂട്ടിംഗ് എന്തായാലും പൊളിക്കും. അതുമാത്രമല്ല
സെൻസർ ഷിഫ്റ്റ് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് കൊടുത്തിട്ടുള്ളത്. DSLR ക്യാമറകളിലൊക്കെ വരുന്ന പോലത്തെ ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടും. വീഡിയോ ഷൂട്ടിംഗ് ചെയ്യുന്നവർക്ക് പെർഫെക്റ്റ്. 2.5x സൂം വരുന്ന ടെലിഫോട്ടോ ലെൻസ്, 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ വരുന്ന ഒരു വൈഡ് ആംഗിൾ ലെൻസുമാണ് മറ്റു 2 ക്യാമറകൾ. 3 ക്യാമറ കൂടാതെ ഒരു ലൈഡാർ സ്കാനർ കൂടെയുണ്ട്. ഇമേജസ് കൂടുതൽ ഡെപ്ത് കിട്ടാനും ലോ ലൈറ്റ് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനൊക്കെയാണ് ഈ ലൈഡാർ സ്കാനർ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പോലെയുള്ള ഒരുപാട് യൂസസ് ഈ സെൻസറിന് വേറെയുണ്ട്. മറ്റ് iPhone 12 മോഡലുകളെ പോലെ തന്നെ A14 ബയോണിക് ചിപ്സെറ്റാണ് 12 Pro Maxനും കരുത്ത് പകരുന്നത്. കൂടുതൽ റാം ഉള്ളതുകൊണ്ട് തന്നെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. മൾട്ടി ടാസ്കിങ് ഒരു പ്രശ്നമാവില്ല. അതിനേക്കാളൊക്കെ ഉപരി എടുത്തു പറയേണ്ടതാണ് 5G. ഫ്യൂച്ചർ റെഡി ആയിട്ടാണ് 12 സീരീസിലെ എല്ലാ ഐഫോൺസും എത്തുന്നത്. ഇന്ത്യയിൽ വരുന്ന മോഡലുകൾക്ക് മില്ലിമീറ്റർ വേവ് 5G എന്ന് പറയുന്ന ഏറ്റവും സ്പീഡ് കൂടിയ 5G ഇല്ല. നിലവിൽ US മോഡൽസിൽ മാത്രമേ അതുള്ളൂ. ഈ വർഷം തന്നെ ജിയോ പോലത്തെ നെറ്റ്വർക്ക്സ് 5G ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാത്തിരുന്ന് കാണാൻ നമുക്ക് എന്തായാലും ഇന്ത്യയിലെ നെറ്റ്വർക്ക് സ്പീഡ്. iOS 14.3 ആണ് കറൻറ്റ് സോഫ്റ്റ്വെയർ വേർഷൻ. ഫോണിൻ്റെ ബട്ടൺ പ്ലേസ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ മുകളിൽ ക്ലീൻ ആണ്, താഴെ സ്പീക്കർ ഗ്രില്ല്, ലൈറ്റ്നിങ് പോർട്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, ഇയർ പീസ് കൂടെ ചേർത്ത്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ മ്യൂട്ട് സ്ലൈഡർ, വോളിയം റോക്കേഴ്സ്, സിം സ്ലോട്ട്. ഡ്യുവൽ സിം കേപ്പബിൾ ആണ്, ഒരു റെഗുലർ സിം പ്ലസ് ഒരു സിം. ഫേസ് ID സെൻസറും ഡെപ്ത് ക്യാമറയുമാണ് ഫ്രണ്ടിലെ നോച്ചിൽ വരുന്നത്. ഒരു പ്രശ്നമില്ലാതെ തന്നെ വർക്കാവുന്നുണ്ട് ഫേസ് ID. ബട്ട് മാസ്ക് ഇട്ടാൽ തീർന്നു. ടച്ച് ID കൂടെ വേണ്ട സമയമായിരുന്നു. ലോകം മൊത്തം മാസ്ക് ഇട്ട് നടക്കുന്ന ഈ ഒരു കാലത്ത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. വെള്ളത്തിൽ 6 മീറ്റർ വരെ ആഴത്തിൽ 30 മിനിറ്റ് വരെ നമുക്ക് മുക്കി വെക്കാൻ പറ്റും. 3687 mAh വലിയ ബാറ്ററിയാണ്. 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിളാണ്. 2000 രൂപ കൊടുത്ത് എക്സ്ട്രാ ചാർജർ വാങ്ങണം എന്ന് മാത്രം. അതുപോലെ തന്നെ മാഗ്സേഫ് മാഗ്നറ്റ്സ് പുറകിലുള്ളത് കൊണ്ട് വയർലെസ് ചാർജർ പോലത്തെ ആക്സസറീസ് നമുക്ക് ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഫോണിൻ്റെ പ്രൈസിലേക്ക് വരാം. 128 GB ആണ് ബേസ് വേരിയൻറ്റ്, 1,30,000 രൂപ. 256 GB വരുന്ന മോഡലിന് 1,40,000. 512 GB വരുന്ന കൂടിയ മോഡലിന് 1,50,000 രൂപ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഉടൻ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.